ഗൈസ് ISL ചാമ്പ്യൻസ് ആയിട്ടുള്ള മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന് ഫിഫയുടെ ഒരു നാഷണൽ ബാൻ കൊടുക്കുകയാണ്. അപ്പോൾ മാർക്കസ് ആദ്യം റിപ്പോർട്ട് ചെയ്തപ്പോൾ ചില ടെക്നിക്കൽ റീസൺസ് ആണ്, ആ കാര്യങ്ങളൊക്കെ ഉടനെ പുറത്തു വരും എന്നുള്ളതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നീടാണ് രേവ് സ്പോർട്സിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഓസ്ട്രേലിയൻ താരമായിട്ടുള്ള ജേസൺ കമ്മിൻസിൻ്റെ സൈനിങ്ങും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ചില ടെക്നിക്കൽ റീസൺസ് ആണ് എന്നുള്ളതാണ് ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2023 ഈ പറഞ്ഞ ഓസ്ട്രേലിയൻ സ്ട്രൈക്കറെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻ സ്വന്തമാക്കുന്നത്. ട്രാൻസ്ഫർ ഫീയെ കൊടുത്തിട്ടാണ് A-League ക്ലബ്ബായിട്ടുള്ള സെൻട്രൽ കോസ്റ്റ് മറൈനേഴ്സിൽ നിന്ന് അന്ന് മോഹൻ ബഗാൻ ഒപ്പുവെക്കുന്നത്. പറഞ്ഞ ട്രാൻസ്ഫർ ഫീയെ കൊടുത്തിരുന്നെങ്കിലും ട്രെയിനിങ് കോമ്പൻസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തുക, അപ്പോൾ അതുമായി ബന്ധപ്പെട്ടതാണ് ഈ ഒരു ടെക്നിക്കൽ റീസൺ എന്നുള്ളത് പറയുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് പ്ലെയർ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ബാൻ ഫിഫ മോഹൻ ബഗാന് കൊടുക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ട്രെയിനിങ് കോമ്പൻസേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തുക മോഹൻ ബഗാൻ സെൻട്രൽ കോസ്റ്റ് മറൈനേഴ്സിന് കൊടുക്കാനായിട്ട് ശ്രമിച്ചെങ്കിലും ചില ടെക്നിക്കൽ റീസൺസ് കാരണം ഇത് ഫെയിലായി പോകുന്നൊരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതൊക്കെയാണ് ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നത്. ഫിനാൻഷ്യലോ അല്ലെങ്കിൽ റൂൾ വയലേഷനോ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല ഈ ഒരു ഫിഫ ബാനിൻ്റെ ഒരു കാരണം. അതുകൊണ്ട് തന്നെ ഇത് ഈസി ആയിട്ട് ഈ പറഞ്ഞ സമ്മർ ജാലമൊക്കെ തുറക്കുന്നതിന് മുമ്പ് തന്നെ മോഹൻ ബഗാൻ ക്ലിയർ ചെയ്യപ്പെടും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. പറഞ്ഞ പോലെ ഒരു ടെക്നിക്കൽ റീസൺ മാത്രമാണ് എന്നുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു സമ്മർ ജാലമൊക്കെ തുറക്കുന്ന സമയത്ത് അത് മോഹൻ ബഗാനെ അത്രമേൽ ബാധിക്കില്ല എന്നുള്ളതുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമായിട്ട് പറയുന്നത്. പ്രത്യേകിച്ച് അടുത്ത സീസണിൽ വലിയ വലിയ പ്ലാനുകളാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻ എന്ന് പറയുന്ന ക്ലബിന് മുൻപിലുള്ളത്. ഇത്തവണ ISL ഷീൽഡും ISL കപ്പും ഓൾറെഡി വിൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അടുത്ത സീസണിലേക്ക് വരുമ്പോഴത്തേക്കും ചിലപ്പോൾ മോർ ട്രോഫീസ്, ചിലപ്പം AFC കോമ്പറ്റീഷൻസിലെ മികച്ച പ്രകടനം എന്നൊക്കെ പറയുന്നത് മോഹൻ ബഗാൻ്റെ മുമ്പോട്ട് വെക്കുന്നൊരു കാര്യം തന്നെയായിരിക്കും. അപ്പോൾ ആ സാഹചര്യത്തിൽ അതേ തരത്തിലുള്ള ചില സൈനിങ്ങുകൾ ഇപ്പോൾ വിദേശ താരങ്ങളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊക്കെ ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അതിനുവേണ്ടി തന്നെ ഇപ്പോഴേ അവർ വർക്കിംഗ് പരിപാടികളൊക്കെ തുടങ്ങി എന്നുള്ളതാണ്. അപ്പം ആ സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു കരടുന്ന പോലെ ഒരു ബാൻ കാര്യങ്ങൾ വരുന്നത്. ഈ പറഞ്ഞതുപോലെ പെട്ടെന്ന് തന്നെ അവർക്കത് ക്ലിയർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന. ഈ റിപ്പോർട്ടിലും അത് തന്നെയൊക്കെയാണ് പറയുകയും ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പം എന്താണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്നുള്ളത് കമ്പോസ് ചെയ്യാൻ